അതുകൊണ്ടല്ലേ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ട് ബ്രൈറ്റ് ബി ആഘോഷങ്ങൾ വന്നു? എന്തുകൊണ്ട് തെരുവോരങ്ങളിൽ സേവ് ദി ഡേറ്റുകൾ വന്നു? എന്തുകൊണ്ട് മഞ്ഞക്കല്യാണങ്ങളും പച്ചക്കല്യാണങ്ങളും മൈലാഞ്ചി കല്യാണങ്ങളും വെറ്റില കല്യാണങ്ങളും വന്നു? എന്തുകൊണ്ട് കല്യാണത്തലേന്ന് ഗാനമേള ട്രൂപ്പ് വന്നു? എന്തുകൊണ്ട് മിഠായി കൊടുക്കാൻ കുടുംബത്തിൽ പറന്ന പർദ്ദയിട്ട മഫ്തയിട്ട ഉമ്മമാര് മിഠായി പെട്ടിയുടെ കൂമ്പാരങ്ങളുമായി കുടുംബത്തിൽ കയറി ചെന്നു? എന്തുകൊണ്ട് വയറുകാണലുണ്ടായി? എന്തുകൊണ്ട് മാസമുറ കുളിയുണ്ടായി? എന്തുകൊണ്ട് മാസമറിയിച്ച ആഘോഷങ്ങൾ ഉണ്ടായി? എല്ലാറ്റിനും ഒരു ലക്ഷ്യം മാത്രം, സ്റ്റാറ്റസ് ഇടണം, സ്റ്റാറ്റസ് ഇടണം. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം ഈ അതിരുകടന്ന ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബത്തിന് നേടാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ സ്റ്റാറ്റസ് 100 ആള് കണ്ടു, നാളെ ബ്രൈറ്റ് ബി 10,000 കണ്ടു എന്നതല്ലാത്തതൊന്നും അതിന്റെ പിന്നിലില്ലെങ്കിൽ റീൽസ് അല്ല മനുഷ്യരെ ജീവിതം, അത് അഭിനയമാ. ഈ തിരിച്ചു വെച്ച ക്യാമറ നിങ്ങൾക്ക് നേരെ തിരിച്ചടുത്തേക്ക് വന്നാൽ ഇരിക്കുന്ന ഇരുത്തം നിങ്ങളൊന്ന് നന്നാക്കും, നിങ്ങളെ മത്തയൊന്ന് നിങ്ങൾ നന്നാക്കും. സ്വന്തം ഫോട്ടോ എടുക്കുമ്പോ പോലും സെൽഫി എടുക്കുമ്പം അതിൽ ലേശം ചുണ്ടു ചോന്നിട്ടും കുറച്ചൊരു വെളുപ്പൊക്കെ കൂട്ടിയിട്ടേ നമ്മൾ എടുക്കൂ. കാരണം എന്താ? അത് ക്യാമറയാ. ക്യാമറന്റെ മുൻപിൽ അഭിനയിക്കുന്നവന്റെ ജീവിതം കണ്ട് സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്, ഭാര്യ അളക്കരുത്, മക്കളെ വേദനിപ്പിക്കരുത്, സ്വന്തം കുടുംബത്തെ കൈവിട്ട് കളയരുത്. എനിക്കെന്റെ റബ്ബ് തന്നതാണ് ദുനിയാവിലെ കുടുംബമെങ്കിൽ അതെന്നിലേൽപ്പിക്കപ്പെട്ട ഒരമാനത്താണെന്ന ചിന്തയോടുകൂടി, ആർജവത്തോടെ, അതിനേക്കാളേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മൾ